പിന്നെ വേറെ ഒരു ഓഫീസർ വിക്രമായിരുന്നു, PV വിക്രം. അപ്പോൾ വിക്രം ലഫ്റ്റനൻറ്റ് കേണൽ PKPV പണിക്കർ സാറിൻ്റെ മകനാണ്. അപ്പോൾ PKPV പണിക്കർ സാർ അന്ന് ഞാൻ സെക്കൻഡ് ലഫ്റ്റനൻ്റായിട്ട് കമ്മീഷൻഡായിട്ട് 581 ലൈറ്റ് റെജിമെൻറ്റിൽ ചേരുമ്പോൾ അവിടെ ബാറ്ററി കമാൻഡറായിട്ട് 141 ഫീൽഡ് റെജിമെൻറ്റിലുണ്ടായിരുന്നു. അപ്പോൾ വിക്രം എനിക്ക് തോന്നുന്നു അന്ന് നാട്ടിലായിരുന്നു പഠിച്ചിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ താൽബേട്ടിൽ സ്കൂളിൽ വന്ന് ചേർന്നു. അപ്പോൾ വിക്രമിന് ഒരു അനിയനുണ്ട്, കേശവ്. അപ്പോൾ വിക്രമും കേശവും കൂട്ടിയിട്ട് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ വരും. ഞങ്ങൾ സ്വിം ചെയ്യാനായിട്ട് ഓഫീസർ മെസ്സിൽ കാണും. അപ്പോൾ സാറിനെ നന്നായിട്ടറിയാം, മലയാളീസാണല്ലോ, പ്രത്യേകിച്ച് കല്യാണി മാമിനെ അറിയാം. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ട് വിക്രമിനെ കാണാൻ നല്ല ഇവൻ നന്നായിട്ട് മിമിക്രൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളന്ന് ഇവനെ കൊണ്ട് മിമിക്രൊക്കെ ചെയ്യുമായിരുന്നു, വിക്രമിനെ കൊണ്ട്. പിന്നീട് ഞാൻ വിക്രമിനെ കാണുന്നത് സ്കൂൾ ഓഫ് ആർട്ടിലറിയിൽ വിക്രം YOS കോഴ്സിന് വന്നപ്പോഴാണ്. അപ്പോൾ YOS കോഴ്സിന് വന്നപ്പോൾ അവിടെ വെച്ചിട്ട് വിക്രം വന്നിട്ട് എന്നായിട്ട്, അപ്പോൾ ഞാൻ ലോങ് എൻട്രി സ്റ്റാഫ് കോഴ്സ് ഡിവിഷനിൽ അവിടെ ഇൻസ്ട്രക്ടറായിരുന്നു. അപ്പോൾ വിക്രം YOS ഡിവിഷനിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് ഇവർക്കൊരു ക്ലാസ് എടുത്തു. ആ ക്ലാസ് എടുത്തപ്പോൾ വിക്രം വന്നിട്ട് എന്നായിട്ട് നേരിട്ട് പരിചയപ്പെടുകയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പണിക്കർ സാറിൻ്റെ മകനല്ലേ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഇൻസ്ട്രക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ യൂണിറ്റിൽ തന്നെ ഉള്ള ഒരു ഓഫീസർ രാഹുൽ ആർ സിംഗ്, ഇപ്പോൾ ലഫ്റ്റനൻറ്റ് ജനറലാണ്. അപ്പോൾ രാഹുലിനോട് ചോദിച്ചു എങ്ങനെയുണ്ട് വിക്രമിൻ്റെ പെർഫോമൻസ്. അപ്പോൾ എന്നോട് പറഞ്ഞു സാർ എക്സലൻറ്റ് പെർഫോമൻസ്, വെരി ഗുഡ് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നീട് ഞാൻ വിക്രമിനെ കാണുന്നുണ്ടായില്ല. പിന്നെ 141 ഫീൽഡ് റെജിമെൻറ്റിൽ ആയിരുന്നു വിക്രം. അപ്പോൾ ഇവരുടെ ഈ 141 ഫീൽഡ് റെജിമെൻറ്റിലെ ഒരു FOO ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസറായിട്ടായിരുന്നു വിക്രം പോയത്. അപ്പോൾ ഈ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസേഴ്സ് എപ്പോഴും ഇൻഫൻട്രിക്കാരുടെ കൂടെയാണ് പോവുക. അപ്പോൾ ഇൻഫൻട്രിയിലത്തെ കമ്പനി കമാൻഡറുടെ അഡ്വൈസറാണ്. അപ്പോൾ അവിടെ ഏത് ടാർഗറ്റ് ക്രോപ്പ് അപ്പ് ചെയ്താലും അതിനെ എൻഗേജ് ചെയ്യലാണ് ഈ ഫോർവേഡ് ഒബ്സർവേഷൻ ഓഫീസേഴ്സിൻ്റെ ചുമതല. പിന്നെ ഇൻഫർമേഷൻ പാസ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതും ഈ പോയിൻ്റ് 5140 അതിൻ്റെ മീതെ തോന്നുന്നു, എനിക്ക് എക്സാക്ട്ലി ഫീച്ചറിൻ്റെ പേര് ഓർമ്മയില്ല, പെട്ടെന്ന് ഒരു 120 mm ബാൻഡ് മോട്ടറിൻ്റെ ഒരു ഷെല്ല് വന്ന് വീഴാണ് ഉണ്ടായത് വിക്രമിൻ്റെ മീതെ. പിന്നെ വിക്രമിനെ സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതായിരുന്നു വിക്രമിന് പോസ്റ്റ്മസ് സേനാ മെഡൽ അവാർഡ് കിട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പണിക്കർ സാർ അന്നേക്ക് റിട്ടയർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ കോഴിക്കോട് നിന്ന് കല്ലായിൽ നിന്നാണല്ലോ, സാറിൻ്റെ ഫാമിലി കല്ലായിലാണ്. അപ്പോൾ അവിടെ പിന്നെ ഇപ്പം ഈയിടെ ഒരു 2023 മറ്റോ അവിടെ ഒരു ഈവൻ്റ് നടന്നുണ്ടായിരുന്നു, വലിയൊരു ഈവൻ്റ് നടന്നപ്പോൾ അവിടെ ആ ഗ്രൗണ്ടിനെ വിക്രം മൈതാൻ എന്ന പേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു. നല്ല ഒരു വെരി ബ്രൈറ്റ് അപ്കമ്മിങ് ഓഫീസറായിരുന്നു വിക്രം.